ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോമ്പിൻ്റെ സമയത്തും വേനൽക്കാലത്തൊക്കെ കുടിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മുന്തിരി ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഗ്രേപ്പ് ഐസ് പഞ്ചിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ മുന്തിരി ജ്യൂസ് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ ഒരു 400 ഗ്രാം മുന്തിരി നന്നായിട്ട് കഴുകി അത് ഒന്ന് കട്ട് ചെയ്തിട്ട് ഒരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം മുന്തിരി നന്നായിട്ട് വിഷമടിച്ച് വരുന്നതാണ്. അതുകൊണ്ട് ഒരു 10 മിനിറ്റ് ഉപ്പും വിനീഗറും ഒഴിച്ചിട്ടുള്ള വെള്ളത്തിൽ മുക്കി വെച്ചിട്ട് നന്നായിട്ട് നല്ല വെള്ളത്തിൽ ഒരു 3-4 പ്രാവശ്യം നന്നായിട്ട് തന്നെ കഴുകിയെടുക്കണം. അങ്ങനെ കഴുകിയെടുത്തിട്ട് കട്ട് ചെയ്തിട്ടുള്ള മുന്തിരിയാണിത്. ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് വെള്ളം, അതായത് 1/2 ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. വെള്ളം ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മുന്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 3/4 കപ്പ് പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. പഞ്ചസാര നമുക്ക് പിന്നീടും വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പം ഞാനിവിടെ 3/4 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഹൈ ഫ്ലെയിമിലാണ് തീയിട്ടിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാൻ കുരുവില്ലാത്ത മുന്തിരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുരുവുള്ള മുന്തിരി, അതായത് ജ്യൂസ് മുന്തിരി വെച്ചിട്ടും നമുക്ക് ഈ ജ്യൂസ് റെഡിയാക്കാവുന്നതാണ്. ഇപ്പോൾ മുന്തിരി ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ മീഡിയം ഫ്ലെയിമിലാക്കി കൊടുത്തിട്ട് ഇത് ഒരു 5 മിനിറ്റും കൂടി നമുക്ക് മുന്തിരി ഒന്ന് വെന്ത് വരട്ടെ. അതുവരയ്ക്ക് ഒരു 5 മിനിറ്റ് നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മുന്തിരി ഒന്ന് നന്നായിട്ട് ഒന്ന് വെന്ത് വരണം. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇതിലെ പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞു വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഈ ജ്യൂസിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് മധുരം വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് മധുരം കൂട്ടി കൊടുക്കാം. ഇപ്പോൾ മുന്തിരിയൊക്കെ ഇവിടെ 5 മിനിറ്റ് നന്നായിട്ട് മീഡിയം ഫ്ലെയിമിൽ തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. മുന്തിരിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇത് ഇവിടെ നന്നായിട്ട് ചൂടാറി വരട്ടെ. അതുവരേക്ക് നമുക്കിത് ഇടയ്ക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. മുന്തിരിയൊക്കെ ഇവിടെ ചൂടാറി വന്നിട്ടുണ്ട്. നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാൻ ഇതിൽ നിന്ന് കുറച്ച് ജ്യൂസ് ഇതിൽ നിന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇത് അടിച്ചെടുത്തതിന് ശേഷം അതിൽ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ കുരുവുള്ള മുന്തിരിയാണ് നിങ്ങൾ എടുക്കണമെന്ന് വെച്ചാൽ ഈ അടിക്കണ സമയത്ത് കുരു കളഞ്ഞിട്ട് വേണം മിക്സിയുടെ ജാറിലിട്ട് അടിക്കാനായിട്ട് കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്കിതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ ഞാൻ മുന്തിരി ഇവിടെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു അരിപ്പയിൽ അരിച്ചെടുക്കാം. ഇപ്പം നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ആ വെള്ളം കൂടിയും ചേർത്തിട്ട് നമുക്ക് ഈ ജ്യൂസ് ഒന്ന് അരിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ മുന്തിരി ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് സെറ്റ് ചെയ്യാം. അപ്പോൾ തണുപ്പ് വേണ്ടാന്നുള്ളവർക്ക് ഇതേപോലെ നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് സെർവ് ചെയ്യാവുന്നതാണ്. ഞാനൊരു ഗ്ലാസ്സിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ക്രഷ് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്ര ഐസ് ക്യൂബ്സ് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഐസ് ക്യൂബ്സ് ഇട്ടാൽ മതി. അപ്പോൾ നമ്മുടെ ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഗ്രേപ്പ് ഐസ് പഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നോമ്പിൻ്റെ സമയത്തും ഈ ചൂട് സമയത്തൊക്കെ കുടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി മുന്തിരി ജ്യൂസാണിത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും താങ്ക് യു.